ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുഴിയപ്പമാണ് ഉണ്ടാക്കാൻ പോണത്. അതിന് ഞാൻ ഒരു 1.5 നാഴി അരി എടുത്ത് കുതിർത്തി ഒരു 3 മണിക്കൂർ വെച്ചു. അതിന് ശേഷം പകുതി ഞാനിത് അരച്ചിട്ടുണ്ട്. വെല്ലം ഏലക്കായിട്ട് അരച്ചിട്ടുണ്ട്. കുറച്ച് വെല്ലം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതും വെല്ലും കുറച്ച് അരിയും വെല്ലും 2 പഴം ഇട്ടിട്ട് ഒന്ന് അരച്ച് വെക്കുക. അരച്ച് വെച്ച ശേഷം അത് പുളിക്കാൻ വെക്കണം. പുളിച്ചിട്ട് ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുഴിയപ്പം ഉണ്ടാക്കാം. അപ്പം ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ മാവൊക്കെ കുഴിയപ്പത്തിൻ്റെ മാവൊക്കെ അരച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വറുത്തതിൻ്റെ തന്നെ ഇതില്ലേ, തേങ്ങാക്കൊത്ത് വറുത്തതിൻ്റെ നെയ്യ്. കുറച്ച് എള്ളിട്ട് കൊടുക്കുക. കറുത്ത എള്ളിട്ട് കൊടുക്കാം. അങ്ങനെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുഴിയപ്പക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടി 1/4 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്നലെ അരച്ച് വെച്ചതാണ്. ഈ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 6 മണിക്കൂർ പുളിക്കാൻ വെച്ചാൽ മതി. ഇവിടെ മാവ് റെഡി ആയിട്ടതാണ്. അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞാൻ അരച്ച് വെച്ചതാണ്. ഒരു 2 നാഴി അരി, ഒരു 1/4 ഗ്രാം വെല്ലം ഉരുക്കി നന്നായിട്ട് അരച്ച് വെച്ചതാണ്. അതിൻ്റെ കൂടെ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ലേശം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്, എള്ള്, കുറച്ച് ജീരകപ്പൊടി. ഇപ്പോൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്, ഒഴിച്ചു കൊടുക്കാം. എണ്ണ അര കുഴി ഒഴിച്ചാൽ മതി. കുഴിയിൽ അരക്കുഴി ഒഴിച്ചാൽ മതി. നിറയെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മേലക്കൊന്ന് എണ്ണയായിട്ട് മുറുകി പോകും. അപ്പോൾ മറിച്ചിടുമ്പോൾ ഡബിളായിട്ട് വരില്ല. പതുക്കെ ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. മറിച്ചിട്ടിട്ട് ഒന്ന് ഈ അരികൊക്കെ ഒന്ന് എടുത്ത് വിട്ടിട്ട് നോക്കാം. ആയിട്ടില്ല, കുറച്ചും കൂടെ ആവാനുണ്ട്. ഇതൊന്ന് കുറച്ച് വെക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതങ്ങനെ ഒരു കരണ്ടി വെച്ചിട്ട് തനിയെ വരും. അത് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. രണ്ടിൽ മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്നായിട്ട് നമുക്ക് എടുക്കാം. നമ്മളെ കുഴിയപ്പം എടുക്കാം. ഡബിളായിട്ട് വരും. ഒന്ന് തീ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നാലേ ആ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. നമുക്കിത് എടുക്കാം. നമ്മുടെ കുഴിയപ്പം റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ടാകും. എണ്ണയൊന്നും അങ്ങനെ കുടിക്കാണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.